LC-MS മെഷീൻ അതിൻ്റെ ഉപയോഗം പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ അത് രണ്ട് ഭാഗമാണ്. ഒന്ന് ഗ്യാസ് ക്രൊമറ്റോഗ്രഫിയും രണ്ട് മാസ് സ്പെക്ട്രോമെട്രിയുമാണ്. ഗ്യാസ് ക്രൊമറ്റോഗ്രഫിയിലാണ് നേരത്തെ വിശദീകരിച്ചതുപോലെ ആ കോളം എന്ന ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് അതിലുള്ള കെമിക്കലുകൾ അതിലുള്ള അരോമാറ്റിക് കോമ്പൗണ്ടുകൾ വേർതിരിക്കുന്നത്, അതിൻ്റെ എന്താണ് കണ്ടന്റ് എന്ന് വേർതിരിക്കപ്പെടുന്നത് അവിടെയാണ്. ആ കോളത്തിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന വാതകം, ആ കെമിക്കൽസിൻ്റെ അംശങ്ങൾ, മോളിക്യൂൾസ് ആ കോളം എൻഡ് കണക്ട് ചെയ്യപ്പെട്ടുന്ന ഭാഗമാണ് മാസ് സ്പെക്ട്രോമെട്രി. ഈ സുദീർഘമായ കോളത്തിൽ കൂടി ചൂടായിക്കൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ മോളിക്യൂൾസ് അത് അയോണൈസ്ഡ് ആയിട്ട് ചാർജ് ആവുകയും ആ ചാർജിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ മാസ് കണക്കാക്കുകയും ചെയ്യുന്ന ഭാഗമാണ് മാസ് സ്പെക്ട്രോമെട്രി. ഈ രണ്ട് ഭാഗത്തിൻ്റെ ഉപയോഗം, ഒന്നിൽ എന്താണ് കണ്ടന്റ് എന്ന് കണ്ടുപിടിക്കുന്നു, മറ്റ് അടുത്ത ഭാഗത്തിൽ അതിൻ്റെ അളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു. ഇതൊരു ഡാറ്റയായിട്ട് കളക്ട് ചെയ്തതിനു ശേഷം അനലൈസ് ചെയ്തിട്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പെർഫ്യൂമർ അതിനെ ഒരു ഫോർമുലയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിൻ്റെ സാമ്പിളുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് തയ്യാറാക്കുകയും ആ ഫോർമുല ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഓരോ പെർഫ്യൂമിനെയും മാച്ച് ചെയ്തെടുക്കുന്നത്, കോപ്പി ചെയ്തെടുക്കുന്നത്, ക്ലോൺ ചെയ്തെടുക്കുന്നത് ഇങ്ങനെയാണ്.